നമ്മുടെ ഈ പാലുണ്ണി പോലെ കഴുത്തിലും ആക്സിലയിലൊക്കെ കാണാറുള്ള ചെറിയ സ്കിൻ ഗ്രോത്തുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പാപ്പിലോമ ഇല്ലെങ്കിൽ സ്കിൻ ടാക്സ് എന്ന് പറയുന്നത്. 1-2 ഉള്ളെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ പലർക്കും അത് ആക്സിലയിലും കഴുത്തിലൊക്കെ ആയിട്ട് വളരെ അധികമായിട്ട് സ്പ്രെഡ് ചെയ്ത് കാണാറുണ്ട്. അതൊരു കോസ്മെറ്റിക് ഇഷ്യൂ ആയിട്ട് നമുക്ക് ശ്രദ്ധയിൽ വരുന്നത് അപ്പോഴായിരിക്കും. പക്ഷേ ഇതൊരു കോസ്മെറ്റിക് ഇഷ്യൂ ആയിട്ട് മാത്രം കാണേണ്ട ഒന്നല്ല. കാരണം ഇതൊരു വാർണിംഗ് സൈനാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ശരീരത്തിന് ഷുഗർ ഹാൻഡിൽ ചെയ്യാനുള്ള മെക്കാനിസം ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആകുമ്പോൾ ഒരു വാർണിംഗ് സൈനായിട്ടാണ് ഈ പാപ്പിലോമാസ് അല്ലെങ്കിൽ ഈ മൊളസ്കം എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് സ്കിന്നിൽ അപ്പിയർ ചെയ്യാറുള്ളത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് സിമ്പിൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും HbA1c എന്ന് പറയുന്ന ടെസ്റ്റും. സോ പാപ്പിലോമ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കോസ്മെറ്റിക് ഇഷ്യൂ ആയിട്ട് കാണാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇൻറ്റേർണൽ ഇംബാലൻസിങ് ആണ് ഇതിനുള്ള കാരണം എന്ന് മനസ്സിലാക്കി ഇതിനുള്ള കാരണമായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ബാലൻസ് ചെയ്ത് നമ്മുടെ ഒരു ഹീലിംഗ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഈ സ്കിൻ ടാക്സ് ഒക്കെ ഗ്രാജുവലി ഫോളോ ഓഫ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഹോർമോണൽ ബാലൻസിങ് ബെറ്റർ ആവും. സോ ഓവറോൾ സ്കിൻ ടെക്സ്ചർ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഇമ്പ്രൂവ് ആക്കാനും സാധിക്കാറുണ്ട്. Velith Homeopathy on a mission to cure.